ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ജോസ്മിയാണേ. നമ്മുടെ ജോൺകുട്ടൻ ഒന്ന് കൂടെ ഉണ്ട്, നമ്മുടെ ജോർഡിൻ കുട്ടനും ഒന്ന് കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞാവേനെ എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. പുതിയ അമ്മമാർക്കും ഇപ്പം കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിക്കാനൊക്കെ പേടിയുള്ള അമ്മമാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇത് പക്ക ഞാൻ എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ പാർട്സും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഓരോ അവയവവും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവേനെ എന്താ ഇവിടെ എണ്ണ തേപ്പിക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി ഇവിടെ ഞാൻ കടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എണ്ണ തേച്ചാൽ മതി. ചിലപ്പം വേണമെങ്കിൽ ഞാനിത് വോയിസ് ഓവർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ സാറിന് ദേഹത്ത് എണ്ണ വെച്ച് ഇങ്ങനെ തിരുമലും പരിപാടിയൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവൻ്റെ ശരീരത്തിൽ ആരും തൊടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ കരഞ്ഞു തുടങ്ങും, ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. കരയുവാണെങ്കിൽ ഞാനത് വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുക, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി കരയുവല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഓയിൽ മസാജ് ചെയ്യാം. അപ്പോൾ എണ്ണ തേക്കാൻ പാകത്തിനായിട്ട് നമ്മുടെ കുഞ്ഞാവ ഇവിടെ കിടപ്പുണ്ട്. അത് അജുവാൻ ചേട്ടായി ഉണ്ട് കൂടത്തിൽ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഇത് ബേബി ബാത്തറാണ്. ഓക്കെ, ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേബി ബാത്തറിൽ കിടത്തിയിട്ടാണ് ഞാനിവനെ എണ്ണ തൂക്കാറുള്ളത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട്, കാരണം ഇപ്പോൾ കുഞ്ഞാവ് ഒന്ന് കരഞ്ഞാൽ തന്നെയും എനിക്ക് ഇതിനകത്തിട്ട് തന്നെ കിടത്തി ഉറക്കാൻ പറ്റുമെന്ന് ഞാൻ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവനും ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കിടക്കാൻ വേണ്ടി, എണ്ണ തൂക്കാൻ വേണ്ടി. വലിയ കരച്ചിൽ കുറവാണ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി, എന്നാലും കരയൂലെന്നല്ല എങ്കിലും. അപ്പം അതിന് താഴെ ഞാനൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡ്രൈ ഷീറ്റ്. കാരണം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അവനെ ഡയപ്പർ കെട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ, നാപ്പിയാണ് ഇത്. അപ്പം അല്ലെങ്കിൽ ഓപ്പൺ ആക്കി ഇടാൻ നേരത്ത് ഇപ്പം യൂറിനൊക്കെ പാസ് ചെയ്യുമ്പം നിലത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷീറ്റ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി, അല്ല എണ്ണ തേക്കാൻ വേണ്ടി റെഡിയാക്കി ഞാൻ നിർത്താറ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓയിൽ മസാജിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ എണ്ണ തൂക്കാൻ ഇവിടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഒരു കുഞ്ഞു തല നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മുടെ സാക്ഷാൽ ജോനാണ്. അപ്പോൾ ദേഹത്തോട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമ്മൾ എണ്ണ തൂക്കേണ്ടതുകൊണ്ട് ദേഹം മൊത്തം. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡയപ്പർ തൂത്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മളവിടെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ നമ്മൾ എണ്ണ തൂക്കും. ഓക്കെ, കാലയിലോട്ട് നമ്മൾ തൂക്കുന്നു. എല്ലായിടത്തോട്ടും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ല കുറച്ച് നന്നായിട്ട് എണ്ണ എടുക്കാം കേട്ടോ. പിന്നെ മുഖത്ത്, അതുപോലെ തന്നെ അവരുടെ പുറം ഭാഗത്തുമായിട്ട് നമ്മളിങ്ങനെ തേക്കുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് വീഡിയോ ഓഫാക്കാൻ നേരത്തെ ഞാൻ ഇവരുടെ പ്രൈവറ്റ് ഏരിയയിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്യൂട്ടോ. അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, എണ്ണയൊക്കെ നമ്മുടെ കൈയൊക്കെ, നമ്മുടെ കയ്യിൽ നെയിലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇവിടെ ഒരാൾ ഇപ്പോഴേ പടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് പിള്ളേരുടെ ദേഹത്ത് ഫുള്ള് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്തു. കാലിലും കയ്യിലും എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്തു. കൈവിരലുള്ളിൽ ഇപ്പോൾ ഫേസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടോ, ഫേസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ചെവിയുടെ അവിടെ എണ്ണയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തേക്കാം. എന്നിട്ട് ഇത് തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഭാഗം ഇവിടെ നെറ്റിയിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ ഇത് എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത്. കുറച്ച് കയറ്റി കിടത്താം. ഇതുണ്ട്, ഇവനിങ്ങനെ കുറച്ച് പിടപ്പ് കൂടുതലായതുകൊണ്ട് ഇവനിങ്ങനെ ചാടി വരുന്നതായിരിക്കും ഉണ്ടോ. അപ്പം ഇതിൻ്റെ ഈ നെറ്റീൻ്റെ ഈ ഭാഗം ചില കുട്ടികൾക്ക് നെറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ പൊങ്ങൽ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു കൈത്തണ്ടയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കാണിച്ചു തരാം. കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ആവശ്യത്തിനുള്ളൊരു പ്രസ്സിങ് മാത്രം മതി കേട്ടോ, ഒരു പാകത്തിനുള്ള. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെക്കാം, ഈ രണ്ട് തമ്പ് ഈ തള്ളവിരൽ രണ്ടും വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചാലും മതി. കണ്ടോ, സാറ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സാറ് ഇപ്പം നമ്മൾ കരഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇപ്പോൾ വോയിസ് ഓവറേ ചെയ്യുള്ളൂ. ഒന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ കൈ കൊണ്ട് തന്നെ രണ്ട് സൈഡിലോട്ടും ഒരുപോലെ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് തിരുമ്പി കൊടുക്കുക. അപ്പോൾ ഈ നെറ്റി വല്ലാതെ തള്ളി നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് പതിയെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പോകത്തില്ല, പതിയെ അതങ്ങ് വയ്ക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റിയിൽ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കവിളിൻ്റെ അവിടെ എത്തി. ഓക്കെ, കവിളിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ പതുക്കെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൈത്തണ്ട തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് നമുക്ക് വിടാം. ഇങ്ങനെ നിങ്ങൾ ഈ കൈ കൊണ്ട് തന്നെ ചെയ്താലും മതി. ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്യുക.
അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വോയിസ് ഓവറേ പറ്റത്തുള്ളൂ. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കവിള് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് എടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടോ, അത് ശ്രദ്ധിക്കുക, കാരണം അവർക്ക് ഭയങ്കര വേദന എടുക്കും. അപ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് കൊടുക്കേണ്ട ആ ഒരു പ്രഷറിൽ വെച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ തിരുമ്മി കൊടുക്കുക. ഇനി നമുക്ക് പുരികവും അവരുടെ ഐബ്രോസിൻ്റെ അവിടെ തൊട്ട് കണ്ണിന് ചുറ്റും, കണ്ണിൻ്റെ അവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണെന്നാണ് കാരണന്മാർ പറയുന്നത്. എൻ്റെ അമ്മമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞിനെ ഓയിൽ മസാജൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മൂക്ക്, ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും മൂക്കൊക്കെ ചളങ്ങിയിരിക്കും, ഷേപ്പൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ അതിന് ഷേപ്പാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ എഡ്ജിൽ വന്നിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് അങ്ങനെ തിരുമ്മി കൊടുക്കും. അതുപോലെ തന്നെ ആ ഐബ്രോസിൻ്റെ മൂക്കിൻ്റെ ആ അറ്റത്ത് നമ്മൾ ഇടയിൽ നമ്മളിങ്ങനെ മസാജ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അവിടെയുള്ള ബ്ലോക്ക് ആയിട്ടുള്ള എല്ലാം ഓപ്പൺ ആയിട്ട് കണ്ണിലോട്ടുള്ള എന്താ പറയുക ഈ പീളകെട്ടലൊക്കെ മാറിക്കോളും. ലാസ്റ്റ് നമ്മൾ താടീനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. താടീനെ അങ്ങോട്ട് പോയിട്ട് ചുണ്ടിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ചുണ്ടൊക്കെ പൊങ്ങി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ താഴാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. താടീൻ്റെ അതുപോലെ ചെയ്യുക. അതുപോലെ ചെവി ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് നമ്മളിത് ഇങ്ങനെ അങ്ങോട്ടേക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെവി ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നോളും. ചില കുഞ്ഞുങ്ങളുടെ കണ്ടുണ്ടാകും ചെവി വല്ലാതെ ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെവിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അവരുടെ ദേഹത്തോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിപ്പിൾ ഉടച്ച് കളയണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് ചെയ്യാം. ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വേണ്ടാത്തവർക്ക് ഉപേക്ഷിക്കാം. പിന്നെ നമുക്ക് വയറിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരും. നമ്മൾ ആ ബെല്ലി ബട്ടൻ്റെ ചുറ്റും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. റൗണ്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് ഡൈജഷനൊക്കെ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും കോൺസ്റ്റിപ്പേഷനൊക്കെ മാറുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ കാലിലോട്ടെത്തിട്ട് കാലിലോട്ട് നമ്മൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടെ നമ്മൾ തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ തിരിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുക. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കാലിനൊക്കെ വളവുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്. ഓൾറെഡി അവർ വളവുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒഴിവായി കൂടുതലാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കാലിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് നമ്മളിങ്ങനെ തിരിച്ച്, ഭയങ്കര ഓവർ പ്രഷറിലല്ലേ, ഒരു നോർമൽ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. അതുപോലെ കാലിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല തണുപ്പൊക്കെ കിട്ടി ഉറക്കമൊക്കെ നല്ലപോലെ കിട്ടാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ കാൽപാദം, കാൽവിരൽ എല്ലാം ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ കാലൊക്കെ വരളുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും. കാൽവിരലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഒന്ന് വലിച്ചിട്ട് വിരലുകളൊക്കെ നമ്മളൊന്ന് നേരെയാക്കി എടുക്കുക. ഇനി നമ്മൾ കയ്യിലോട്ട് പോവുകയാണ്. അപ്പോൾ കൈയുടെ ഭാഗത്തൊക്കെ നമ്മൾ എണ്ണ തൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൈ നമ്മൾ ചെയ്യേണ്ടത് കൈയൊക്കെ നീളം വെക്കാനും കൈവിരലൊക്കെ നീളം വെക്കാനൊക്കെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. കൈവിരലൊക്കെ ചെയ്യണം. അവിടെ എല്ലാ പാർട്സും നമ്മൾ മസാജ് ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കൈയും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് നമ്മൾ ക്രോസിൽ വെക്കണം. അപ്പോൾ അവരുടെ കുഞ്ഞിക്കാൽ വളരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസിൽ, അപ്പോൾ ഈ പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്, അപ്പോൾ മസിൽ പിടിച്ച് വെക്കും കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് ബലത്തിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് എത്താൻ പാകത്തിൽ നമ്മൾ കൈ അങ്ങോട്ടും ഒരു 5-6 തവണ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാലുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഒരു മുകളിലേക്കൊന്ന് വയറിൻ്റെ അങ്ങോട്ടേക്ക് കാലുകൊണ്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആവാനും കോൺസ്റ്റിപ്പേഷൻ മാറുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ചെയ്യുന്നത് കേട്ടോ. ഞാനിതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കാൽ രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ച് കാൽമുട്ടിൻ്റെയൊക്കെ അവിടെ നിന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യണം. അപ്പോൾ കാലിനൊക്കെ ഒരു നല്ല മസാജിങ് എഫക്റ്റും എല്ലാം നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പുറം ഭാഗത്താണ് ചെയ്യുന്നത്. പുറം ഭാഗത്ത് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം എല്ലാം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും കേട്ടോ. ഈ മസാജിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലഡ് സർക്കുലേഷനാണ് നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ പുറം ഭാഗവും നമ്മളിങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്ലോത്ത് ഡയപ്പർ കെട്ടിയോണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. അവസാനമായിട്ടാണ് നമ്മൾ തലയിൽ നമ്മൾ മസാജ് ചെയ്യുക. കുളിപ്പിക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പെങ്ങാനും അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ, തലയിൽ എടുക്കുന്ന എണ്ണ നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ തല നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം. അതെന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ തലയുടെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ചില കുഞ്ഞുങ്ങളുടെ തല നീണ്ടിരിക്കും, സൈഡ് ഭാഗം ഇങ്ങനെ പതിഞ്ഞിരിക്കും. അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തല ഇങ്ങനെ ഉരുട്ടി എണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നത് സഹായിക്കും കേട്ടോ നമ്മളെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ മറക്കരുത്. തല നന്നായിട്ട് ഉരുട്ടി തന്നെ കുളിക്കണം. ഒരുപാട് പ്രസ് ചെയ്യരുത്, പാകത്തിനുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ മസാജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇനി ഒറ്റയ്ക്കുള്ളവരാരും ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായാലും ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ അവസാനമാണ്. ഞാൻ കുഞ്ഞാവിടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ തന്നെ കിടന്ന് ഉറക്കാറുണ്ടെന്ന് പറഞ്ഞേ, അതാണ് എൻ്റെ ഈ ഒരു പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിരുന്നവരെ ടാറ്റ.